വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സ്മൈൽ വിത്ത് ജോ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് നമുക്ക് ഡെയിലി ലൈഫിൽ വളരെ ഈസി ആയിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കിച്ചൺ ടിപ്സും ട്രിക്സും ഒക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തിരിക്കുന്ന ബെല്ലൈക്കൺ കൂടി അമർത്താനും മറക്കരുത്. ആദ്യത്തെ ടിപ്പ് എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലിപ്പോൾ പുതിയൊരു പ്ലേറ്റ് അല്ലെങ്കിൽ പാത്രമൊക്കെ വാങ്ങിക്കുമ്പോൾ ഇതുപോലെ ഒരു സ്റ്റിക്കറൊക്കെ വരും. അപ്പോൾ ആ സ്റ്റിക്കർ നമ്മൾ ഒന്ന് ചുരണ്ടി നോക്കുമ്പോൾ അവിടെ എവിടെയൊക്കെ ഒന്ന് പിടിച്ചിരിക്കും, വൃത്തിയായിട്ട് അങ്ങ് പോരില്ല. അപ്പോൾ നമ്മൾ ക്ലീൻ ആയിട്ട് വരാനായിട്ട് നമ്മൾ കുറച്ച് ചൂടുവെള്ളം അത്യാവശ്യം ചൂടോടുകൂടി തന്നെ അതിലേക്ക് ഒഴിച്ച് ശേഷം ഒരു 10 മിനിറ്റ് ഒന്ന് ചൂടാറിയ ശേഷം ഒന്ന് നോക്കുകയാണെങ്കിൽ മുഴുവനായിട്ട് ഈ സ്റ്റിക്കർ പോരും. പിന്നെ ഇതിൻ്റെ രണ്ടാമത്തെ ടിപ്പ് പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ മല്ലിയില, കരിവേപ്പില ഇതേപോലെ ഓരോ ലീഫ് വാങ്ങിക്കുമ്പോൾ നമുക്ക് പ്ലാസ്റ്റിക് കവറിൽ ഇട്ടിട്ട് ഒന്ന് കെട്ടി വെക്കുക. എന്നിട്ട് അതിന് ചുറ്റും നമ്മളൊരു സേഫ്റ്റി പിൻ ഉപയോഗിച്ച് കുത്തി കൊടുക്കുകയാണെങ്കിൽ ഒരു 2 ആഴ്ചയോളം കേടുകൂടാതെ നമുക്ക് സൂക്ഷിക്കാനായിട്ട് പറ്റും. അടുത്ത ടിപ്പ് എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള അരി കവറിൽ ഇതേപോലെ വറ്റൽമുളക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അതിനകത്തുള്ള കുറിഞ്ചാത്തൻ പോലുള്ള ഇൻസെക്റ്റ് ഒന്നും വരില്ല. ഇവിടെ ഇതിനെ കുറിഞ്ചാത്തൻ എന്നൊക്കെ പറയാം. നിങ്ങളുടെ ഭാഗങ്ങളിൽ ഇതിനെ എന്താ പറയുക എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ നെക്സ്റ്റ് ടിപ്പ് പറയുകയാണെങ്കിൽ നമ്മൾ പാത്രം കഴുകുന്ന സമയത്ത് ഡിഷ് വാഷിൽ ഇപ്പോൾ അത്യാവശ്യം വെള്ളം കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ പാത്രം കഴുകിയെടുക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ നഖങ്ങളുടെ ഇടയിലൊക്കെ കണ്ടുവരുന്നുണ്ടാവും ഒരു ചെറിയൊരു തോല് ഇങ്ങനെ നൂല് പോലെ എണീറ്റ് വരുന്നത്. ഇപ്പോൾ ഇത് വെള്ളത്തിൽ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കഴുകുന്നതെങ്കിൽ നമ്മുടെ കൈ ഒരുപാട് ഡ്രൈ ആയി പോകത്തില്ല, ഇതേപോലെ തോലൊന്നും എണീറ്റ് വരില്ല. നല്ല ക്ലീനായിട്ട് കുറേ പാത്രം നമുക്ക് കഴുകിയെടുക്കാനായിട്ട് പറ്റും. പിന്നെ നമ്മൾ പപ്പടം വാങ്ങിയ ശേഷം ആദ്യത്തെ തവണ യൂസ് ചെയ്യുമ്പോൾ നന്നായിട്ട് ഒരു ഫ്രഷ് ആയിട്ട് പൊള്ളം വരും. പക്ഷെ അത് പിന്നെ പുറത്ത് വെച്ചിട്ട് പിന്നെ അത് എണ്ണയിലിട്ടെടുക്കുമ്പോൾ നല്ല ചുവന്ന കളറൊക്കെയാവും. പക്ഷെ നമ്മൾ ഇത് തുറന്ന പപ്പടം ഒരു പ്ലാസ്റ്റിക് കവറിൽ ഇട്ടിട്ട് ഫ്രിഡ്ജിനകത്താണ് നമ്മൾ സൂക്ഷിക്കുന്നതെങ്കിൽ പിന്നീട് അത് എണ്ണയിലിട്ടെടുക്കുമ്പോഴും ഇതേപോലെ ഫ്രഷായിട്ട് നമുക്ക് കിട്ടും. പിന്നെ നെക്സ്റ്റ് ടിപ്പ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ചപ്പാത്തി കുഴക്കുന്ന സമയത്ത് ഒരു 20 മിനിറ്റ് ഇതേപോലെ ഒരു റഫായിട്ട് ഒന്ന് കുഴച്ച് വയ്ക്കുക. എന്നിട്ട് നെയ്യ് ഒഴിച്ച ശേഷം ഒന്നുകൂടി കുഴച്ച് കൊടുത്തിട്ട് ഒരു 1/4 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ചപ്പാത്തി ചുട്ടെടുക്കുന്നതെങ്കിൽ ഈ ചപ്പാത്തി ആറിക്കഴിയുമ്പോഴും നല്ല ടേസ്റ്റ് ആയിരിക്കും. അതിനകത്തൊക്കെ നല്ല സോഫ്റ്റ്, ഒരു ഹാർഡേ ഫീൽ ആവാതെ നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും. ഇനി അടുത്ത ടിപ്പ് പറയുവാണെങ്കിൽ നമ്മൾ വെളുത്തുള്ളി ഇന്ന് തോല് നല്ല ഭംഗിയായിട്ട് മുഴുവനായിട്ട് വിട്ടുതരാൻ വേണ്ടിയിട്ടുള്ള ടിപ്പാണ്. ആദ്യം അതിൻ്റെ തലയും വാലും ഒന്ന് കളഞ്ഞതിന് ശേഷം നടുവിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എടുക്കുവാണെങ്കിൽ ഇതേപോലെ നല്ല ഭംഗിയായിട്ട് കിട്ടും. ഇനി നെക്സ്റ്റ് ടിപ്പ് പറയുവാണെങ്കിൽ നമുക്കിപ്പോൾ നെയ്യ് ബോട്ടിൽ ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്ന നെയ്യ് ബോട്ടിലാണെങ്കിൽ ഇപ്പോൾ അവിടെ ഇവിടെയൊക്കെ നെയ്യ് ഇങ്ങനെ ആ മിഴുക്ക് പറ്റി പിടിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ നമുക്ക് ചെറിയൊരു ചുടുവെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ മുഴുവൻ നെയ്യും നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റുന്നതാണ്. പിന്നെ പഞ്ചസാരയ്ക്കകത്ത് ഇതേപോലെ ഒരു 3 ഗ്രാമ്പു ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അതിന് ചുറ്റും ഉറുമ്പ് വരുന്നത് ഇല്ലാതാക്കാനായിട്ട് നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ്. പിന്നെ പച്ചമുളക് വാങ്ങിയ ശേഷം നമുക്ക് ഇതേപോലെ ഇരിക്കാനായിട്ട് അതിൻ്റെ ഞെട്ടിയെല്ലാം കളഞ്ഞ് ഒരു ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ച് അടച്ചു വെക്കുകയാണെങ്കിൽ ഒരു 2 ആഴ്ചയോളം ഇത് കേടുകൂടാതെ ഇരിക്കും. പിന്നെ ലാസ്റ്റ് ടിപ്പ് പറയുകയാണെങ്കിൽ നമുക്ക് വറ്റൽമുളക് വാങ്ങിയ ശേഷം നമുക്കൊരു പാനിലിട്ടൊന്ന് ചൂടാക്കിയിട്ടാണ് നമ്മൾ ബോക്സിനകത്ത് ഇട്ട് വയ്ക്കുന്നതെങ്കിൽ നമുക്കൊരു ഫംഗസ് ഒന്നും ഇല്ലാതെ സൂക്ഷിക്കാനായിട്ട് പറ്റുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്.
പിന്നെ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. വീണ്ടും ഇതുപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. Till then, bye bye.